മക്കളെ, നമ്മ തുടങ്ങിയത് നമ്മ അന്ന് HTML ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ അന്ന് പഠിച്ചു. നിങ്ങൾ ഫോണിലാണ്. എങ്ങാനും നിങ്ങൾക്ക് ലാബ് എക്സാം ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ എങ്ങനെ ചെയ്യണമെന്ന് വേറെ ഇല്ല, ഫോണിലുള്ള പോലെ എന്തെങ്കിലും സാധനം കിടക്കും. അപ്പൊ നമ്മ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്, വെബ് ഡിസൈനിങ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു. അതങ്ങനെ എടുക്കുക. വേറെ ചെയ്യല്ല, ഇവിടെ റൈറ്റ് ക്ലിക്ക് നിൽക്കുക, എന്നിട്ട് ന്യൂ എന്ന് പറഞ്ഞ നടപ്പുണ്ട്. അവിടെ ചെന്നിട്ട് ന്യൂവില് ടെക്സ്റ്റ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ സാധനം അതെടുക്കുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പേര് കൊടുക്കുക. നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം ആയിരുന്ന പ്രോഗ്രാം 1 എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. എൻട്രനൊക്കെ അപ്പൊ ടെക്സ്റ്റ് ഡോക്യുമെന്റ് സെറ്റായി. ഇനി അതൊന്ന് എടുത്തു നോക്കുക. നമ്മ ഓരോന്നോരോന്ന് ടൈപ്പ് ചെയ്യണം. മറ്റേ HTML നമ്മ ഒന്ന് പഠിച്ചില്ലേ? അപ്പൊ എന്തൊക്കെയാണ് HTML, പിന്നെ ഹെഡ്, അത് കഴിഞ്ഞിട്ട് ടൈറ്റില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുക്കുക. ഞാൻ ഇപ്പൊ ടൈറ്റിൽ നിന്ന് കൊടുക്കുന്നത്. ടൈറ്റിൽ ഓപ്പൺ ചെയ്ത പോലെ തന്നെ ക്ലോസിന്റെ ആകും വെക്കണം. /ടൈറ്റിൽ. ഇത്രയുമാണ് നമ്മുടെ ടൈറ്റിൽ നിന്നാണ് കാണിക്കുന്നത്. ഇവിടെ തുടങ്ങും ടൈറ്റിൽ, ഇവിടെ തുടങ്ങി ഇവിടം വരെ. അതേപോലെ ഹെഡ് ക്ലോസ് ചെയ്യും /ഹെഡ്. അപ്പൊ ഹെഡിന്റെ ഭാഗം ഇവിടെ തുടങ്ങി ഇവിടം വരെയാണ് ഹെഡ്. അടുത്തത് ബോഡി തുടങ്ങും. ബോഡി അകത്ത് നമ്മ എന്തെങ്കിലുമൊക്കെ അന്ന് ഹലോ എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്തു. ഇനി നമ്മ ഇന്ന് ഓരോരോ ബേസിക് ആയിട്ടുള്ള ടാഗ് അടിച്ച് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഹെഡിന്റെ ടാഗ് നമുക്ക് 6 ഹെഡിന്റെ ടാഗ് ഉണ്ട്, H1 to H6. 6 നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ H1 എടുത്ത് നോക്കാം. H1 ഞാൻ ഹെഡിങ് 1 എന്നും പറഞ്ഞു കൊടുക്കാം. ഹെഡിങ് 1 H1 ഓപ്പൺ ചെയ്തുകൊണ്ട് H1 ക്ലോസ് ചെയ്യണം. പിന്നെ അതിന്റെ അടിയിൽ ഞാനൊരു പാരഗ്രാഫ്, ഇതാണ് P ടാഗ് വെച്ചത്. പാരഗ്രാഫ് ടാഗ് വെക്കണം വിചാരിക്കും. എന്നിട്ട് നമ്മ ബോഡി ഓപ്പൺ ചെയ്തവരുടെ ബോഡി ക്ലോസ് ചെയ്യും. ഇനി അവസാനത്തെ ആരാണ് HTML ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ HTML ക്ലോസ് ചെയ്യാം. ഒരു HTML ഡോക്യുമെന്റ് ആയി നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്ത് ഫോണിലാണെങ്കിലും മറ്റേ മേളിൽ റൈറ്റ് സൈഡിൽ 3 കുത്തുണ്ടാവും, അവിടെ ചെന്ന് സേവ് ആസ് ഒക്കെ. കമ്പ്യൂട്ടറിലാകുമ്പോൾ ഇവിടെ ഫയൽ എന്ന് പറഞ്ഞതാണ്, അതിനകത്ത് സേവ് ആസ്. എന്നിട്ട് പിന്നെ ഫോണിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാൻ പറയും. ഞാനിപ്പോൾ ഓൾറെഡി മറ്റേ ഫോൾഡറിനകത്ത് ആയിരുന്നു, അത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നിങ്ങളത് ചെയ്യുമ്പോൾ സെലക്ട് ഫോൾഡർ, ഇഷ്ടമുള്ള ഒരു ഫോൾഡറിന് വെക്കുക. എന്നിട്ട് പേര് കൊടുക്കുമ്പോൾ .html എന്നും പറഞ്ഞാക്കുക. നിങ്ങളുടെ അൺടൈറ്റിൽഡ് എന്നും പറഞ്ഞായിരിക്കും നടക്കണം. അതിന്റെ പേര് കൊണ്ട് മാറ്റിയിട്ട് അറ്റത്ത് .html എന്ന് പറഞ്ഞു കൊടുക്കണം. കമ്പ്യൂട്ടറിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഈ സേവ് ആസ് ടൈപ്പ് ടെക്സ്റ്റ് ഡോക്യുമെന്റ് മാറ്റി ഓൾ ഫയൽസ് ആക്കണം. ഇത് കമ്പ്യൂട്ടറിൽ, മൊബൈലിലാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. .html സേവ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഫോൾഡർ എടുത്ത് നോക്കാം. നമ്മൾ സേവ് ചെയ്താക്കണം ഫോൾഡർ. കണ്ടില്ലേ, ഇപ്പൊ പ്രോഗ്രാം 1 എന്നും പറഞ്ഞ ഒരു HTML ഡോക്യുമെന്റ് ഉണ്ട്. ടെക്സ്റ്റ് ഡോക്യുമെന്റ് അവിടെ തന്നെ നടപ്പുണ്ടാവും. നമ്മളെ HTML ഡോക്യുമെന്റ് ഇപ്പൊ നമ്മൾ സേവ് ചെയ്താക്കുന്ന സാധനം ഞാൻ അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റേതിനകത്ത് ചെയ്യുമ്പോ എന്താണ്, മൊബൈലിനകത്ത് ചെയ്യുമ്പോ റൺ വെക്കുകയാണ്. ഹെഡിന്റെ പാരഗ്രാഫ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തു /t എന്ന് പറഞ്ഞു. ഞാൻ പാരഗ്രാഫ് ഇവിടെ തുടങ്ങി ഇവിടെ വരെ, ഇതാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് ഞാൻ സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ മറക്കരുത്. സേവ് ചെയ്താലും നമ്മുടെ ഈ മാറ്റങ്ങൾ കാണാൻ പറ്റും. ഞാൻ ഇപ്പൊ Ctrl+/S ഇതിനകത്ത് സേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സേവ് ചെയ്യും. ഫയലിനകത്ത് സേവ് ചെയ്യും. മെയിനായിട്ട് വരുന്നത് അതിന്റെ ഒരു Ctrl+S ഒരുമിച്ച് വെക്കുകയാണ് കമ്പ്യൂട്ടറിലുണ്ടാവുക. മൊബൈലിലാണെങ്കിൽ സേവ് ചെയ്യണം, മറക്കരുത്. എനിക്കൊന്ന് റീലോഡ് ചെയ്ത് വെക്കണം. ഹെഡിന്റെ പാരഗ്രാഫ് ആയാലും മനസ്സിലായി. ഹെഡിങ് ആകുമ്പോൾ അതേ മേളില് ഇങ്ങനെ വലിയ അക്ഷരത്തിൽ ബോൾഡായിട്ട് വന്നിട്ടുണ്ടാവും ഹെഡിങ്.
ഇനി നമുക്ക് ബാക്കിയുള്ള ഹെഡിങ് എത്ര ഉണ്ടെന്നാ പറഞ്ഞത്? H1 തുടങ്ങി H6 വരെ ഹെഡിങ്. അപ്പൊ H2 ഞാൻ ട്രൈ ചെയ്ത് നോക്കണേ. H2 ഞാൻ ഹെഡിങ് ഹെഡിങ് ഇനി വേണമെങ്കിൽ H6 കൂടി കാണിച്ചു തരാം. എല്ലാത്തിന്റെ വ്യത്യാസം കാണിച്ചു തരാം. H6 ഹെഡിങ് 6 വലിയ വ്യത്യാസമൊന്നുമില്ല, സൈസിന് മാത്രം വ്യത്യാസമുണ്ട്. എന്നിട്ട് സേവ് ചെയ്യാൻ പറഞ്ഞു. സേവ് ചെയ്താലേ ആ മാറ്റം കാണാൻ പറ്റും. ഹെഡിങ് 1 അതാണ് ഏറ്റവും വലുത്, അതാണ് H1. പിന്നെ അതിലേലും ചെറുതാണ് H2. പിന്നെ കുറച്ചുകൂടി ചെറുത് H6 ആണ് ഏറ്റവും ചെറുത്. കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ട്. സൂം ചെയ്ത് നോക്കിയാലേ കാണാൻ പറ്റും. H6 അതാണ് ഏറ്റവും ചെറുത്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, മറക്കരുത്. എത്ര ഹെഡിങ് ടാഗ് ഉണ്ടെന്ന്? 6 ഉണ്ട് HTML. H1 തുടങ്ങി H6 വരെ. അപ്പൊ അത് കഴിഞ്ഞ് പാരഗ്രാഫ് ടാഗ് കൊണ്ടാണ് സൈഡ്. പാരഗ്രാഫ് വെറുതെ ഒന്നുമില്ല, ഒരു പാരഗ്രാഫ് എടുക്കാം. അത് ഇങ്ങനെ പി തുടങ്ങി EP വരും. അതിന്റെ ഇടയിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് അടിക്കാം. പാരഗ്രാഫ് പോലെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. ഞാൻ അടുത്തത് ലിങ്ക് HRF എന്ന സാധനം. അപ്പൊ നമ്മ എന്തെങ്കിലും ഇപ്പൊ യൂട്യൂബ് വീഡിയോന്റെ വല്ല ലിങ്ക് വല്ലതും കൊടുക്കണേ, നമുക്ക് ആ വീഡിയോ അവിടെ കാണണം. ഇപ്പൊ യൂട്യൂബിനകത്ത് ഏതെങ്കിലും ഒരു സാധനം എന്തെങ്കിലും ഒരു വീഡിയോ എടുത്ത് പോകുന്നത് മാത്രമല്ല, എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. ലിങ്ക് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആങ്കർ ടാഗ് എന്നാണ് എ ടാഗിനെ പറയുന്നത്. HRF ഇവിടെയാണ് നമ്മുടെ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നത്. ഡബിൾ പോസ്റ്റാണ് ലിങ്ക് ഇടാൻ. യൂട്യൂബിനകത്ത് ലിങ്ക് പേസ്റ്റ് ചെയ്ത് വെച്ച് എന്നിട്ട് നമ്മ എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും കൊടുക്കും, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സ്ലാഷ് എ ടാഗ് തുടങ്ങിയ പോലെ തന്നെ എ ടാഗ് അവസാനിപ്പിക്കുകയും ചെയ്യണം. സ്ലാഷ് സേവ് ചെയ്യാൻ മറക്കുന്നത് സേവ് ചെയ്യുക. റീലോഡ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഗോ എന്ന് പറഞ്ഞ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിക്കിപീഡിയയിലും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ഒരു ലിങ്ക് നീല കളറായിട്ട് അത് നിൽക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് പോകും. യൂട്യൂബിനകത്ത് നമ്മൾ എടുത്ത സിനിമയുടെ ലിങ്കിനകത്തേക്ക് ആങ്കർ ടാഗ് വേറെ ഒന്നുമില്ല, ഒരു ലിങ്ക് വെക്കാനായിട്ട്. ഇതിന്റെ വേറെ ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനം പറയാം. ഇപ്പൊ ആങ്കർ ടാഗ് എന്തിനാണ് മാത്രം മനസ്സിലാകും, എന്തെങ്കിലും ഒരു ലിങ്ക് വെക്കാനായിട്ട്. ആ ലിങ്ക് നമ്മൾ എങ്ങോട്ടേക്ക് HRF എന്നുള്ള റെഫറൻസ് എന്ന് പറയും. എന്ത് റെഫറൻസ് ആണ്? ആ ലിങ്ക് ഈ ഡബിൾ കോഴ്സിനകത്ത് പേസ്റ്റ് ചെയ്ത് വെക്കുക. അതാണ് ആങ്കർ ടാഗ്. പിന്നെ നമുക്കുള്ള ഇമേജ് IMG എന്ന് പറയും. അപ്പൊ ഞാൻ ഇമേജ് ഡൗൺലോഡ് ചെയ്യും. അപ്പൊ ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, പട്ടിയുടെ JPG എന്നാണ് പേര്. അത് മറക്കരുത്, dog.jpg എന്നാണ് പേര്. ഈ സാധനം നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ കോഡ് എഴുതി വെച്ചേക്കുന്നത് ആ ഫോൾഡറിനകത്ത് തന്നെ വേണം ഈ ഇമേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ട്, എന്നാലേ വർക്ക് ആവുള്ളൂ. അതായത് ഇതിനകത്ത് ഡോഗ് ഇതിന്റെ പുറത്തു വല്ല അല്ലെ വേറെ വല്ല ഫോൾഡറിനകത്താണെങ്കിൽ വർക്ക് ആവും. ഇത് രണ്ടും ഒരേ സ്ഥലത്ത് തന്നെ വേണം, എന്നാലേ വർക്ക് ആവും. ഞാൻ ഇമേജ് ടാഗ് വെക്കണമെന്ന് വിചാരിച്ചു. IMG SRC എന്ന് സോഴ്സ്. എന്താണ് നമ്മുടെ സോഴ്സ്? പേര് വെക്കാം. എന്താണ് നമ്മുടെ പേര്? ഡോഗ് ആണ് ഫയലിന്റെ. ഡോഗ് എന്ത് ഫയലാണ്? .jpg ഫയലാണ്. .jpg IMG ഒരിക്കലും വെക്കരുത്, അത് ഇതിനകത്ത് ഇല്ല. IMGക്ക് ക്ലോസിംഗ് ടാഗ് ഇല്ല. IMGക്ക് മാത്രമല്ല വേറെ കുറച്ച് സാധനങ്ങൾക്ക് ക്ലോസിംഗ് ടാഗ് എന്ന സാധനം ഇല്ല. ക്ലോസിംഗ് ടാഗ് എന്ന് പറഞ്ഞാൽ ഈ സ്ലാഷ് ഒന്നാക്കുന്ന സാധനം ഇല്ല. കണ്ടില്ലേ? ഹെഡ് ഇവിടെ തുടങ്ങി ഇവിടം വരെയാണ്. HTML ഇവിടെ തുടങ്ങി /HTML വരെ, അല്ലെങ്കിൽ ബോഡി ഇവിടെ തുടങ്ങി /ബോഡി വരെ.
നമ്മൾ ബാക്കി എല്ലാത്തിനും വേണ്ടി ഇപ്പൊ H1 ആണെങ്കിൽ സ്ലാഷ് H1 എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അവസാനം കണ്ട എ ടാഗിലാണ് സ്ലാഷ് എന്ന് പറഞ്ഞിട്ട് അവസാനം ഇട്ടിട്ടുണ്ടായി. പക്ഷെ ഇമേജ് അതേപോലെ തന്നെ BRH അതൊക്കെ ഇപ്പൊ തന്നെ പറയും. അതിനകത്തൊന്നും സ്ലാഷ് ആവശ്യമില്ല, ക്ലോസിംഗ് ടാഗ് ആവശ്യമില്ല. ഇങ്ങനെ ഇട്ടാൽ അതിന്റെ അർത്ഥം തെറ്റാണ്, ഇട്ടാൽ തെറ്റാണ്, നമുക്ക് ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ ഇത് വർക്കാവും. ഒന്ന് സേവ് ചെയ്യുക, എന്നിട്ട് നമ്മളെ സാധനത്തെ ഒന്ന് റൺ ചെയ്യും. ഡൗൺലോഡ് ചെയ്ത പട്ടിയുടെ ഇമേജ് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഇമേജ് ടാഗ്. ഇമേജ് src.jpg. ഇനി എന്താണ് ലൈൻ ബ്രേക്ക്, പിന്നെ HR രണ്ട് ഒറ്റടിക്ക് വേണമെങ്കിൽ കാണിച്ചു. ഞാൻ എന്തെങ്കിലും പാരഗ്രാഫ് ഉണ്ടെങ്കിൽ പാരഗ്രാഫ് കൊടുക്കുമ്പോൾ പാരഗ്രാഫ് അവസാനം ക്ലോസിംഗ് ടാഗ് സ്ലാഷ് പി ക്ലോസ്. രണ്ടാമത്തെ പാരഗ്രാഫ് ഞാൻ വെക്കുന്നത് സ്ലാഷ്. ഞാൻ രണ്ടും വെച്ച് എന്നിട്ട് രണ്ടും വന്നാന്ന് നോക്കുന്നുണ്ട്. രണ്ടും വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഇത് രണ്ടിന്റെ ഇടയിൽ കുറച്ച് സ്പേസ് വേണമെന്ന് വിചാരിക്കും. അവിടെയാണ് BR ടാഗ് എന്ന സാധനം. ലൈൻ ബ്രേക്ക് എന്നാണ് പറയുന്നത്. ലൈനിന്റെ ഇടയിൽ ഒരു ബ്രേക്ക് കൊണ്ടുവരാൻ, പിന്നെ സ്പേസ് കൊണ്ടുവരാൻ. ഞാൻ ഇപ്പൊ 2 BR കാണിച്ചിരുന്നു. വേറെ ഒന്നുമില്ലല്ലോ, കുറച്ചുകൂടി സ്പേസ് നിങ്ങൾക്ക് മര്യാദ കാണാൻ. അതാണ് 2 BR വെച്ചപ്പോൾ ഞാൻ സേവ് ചെയ്യാൻ മറന്നു. ഇതാണ് ഞാൻ സേവ് ചെയ്യണം. സേവ് ചെയ്താലേ ആ മാറ്റം നമുക്ക് കാണാൻ പറ്റും. സേവ് ചെയ്യുക, ഇതിന്റെ ഇടയിൽ സ്പേസ് വന്നു കണ്ടില്ലേ, വലിയൊരു സ്പേസ് ആണ് പറയുന്നത്. ഞാൻ 2 BR വെച്ചാൽ ഒരു BR വെച്ചാൽ കുറെ സ്പേസ് ഉണ്ടായിരുന്നു. കുറച്ച് സ്പേസ് മാത്രം, കുറച്ച് സ്പേസ് മാത്രം. 2 BR വെച്ചാൽ കുറച്ചുകൂടി സ്പേസ്. BR ടാഗിനാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഇമേജ് പോലെ തന്നെ സ്ലാഷ് BR എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല നമുക്ക്. ക്ലോസിംഗ് ടാഗ് ഇല്ല, P/P അങ്ങനെ ഇരിക്കും. BRന് അങ്ങനെ ഒരു സാധനം ഇല്ല. അതേപോലെ തന്നെ HR എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ റോഡ്. വേറൊന്നല്ല, ഇത് രണ്ടിന്റെ ഇടയിൽ ഒരു വര ഇങ്ങനെ വരും. സേവ് ചെയ്ത് റൺ ചെയ്ത് ഇത് രണ്ടിന്റെ ഇടയിൽ വര വരും. നമുക്ക് എവിടെയാണോ ആ വര വേണ്ട അവിടെ HR. ആദ്യത്തെ പാരഗ്രാഫ് ഇവിടെ തുടങ്ങി ഇവിടെ വരും. ആദ്യത്തെ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ഒരു HR ഒരു വര. ആദ്യത്തെ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ഒരു വര വരും. പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫും ഉണ്ട്. അതാണ് HR ടാഗ്. ഇനി ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള HTML ടാഗ് കാര്യങ്ങൾ. ഇത് empty ടാഗ് കണ്ടെയ്നർ ടാഗ് ഉണ്ടാകും. വേറൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പഠിച്ച BR HR IMG ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ക്ലോസിംഗ് ടാഗ് എന്നൊരു സാധനം ഇല്ല, സ്ലാഷ് BR എന്നൊരു സാധനം ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. സ്ലാഷ് HR എന്നൊരു സാധനം ഇല്ല. അല്ല, ബാക്കിയുള്ളത് പോലെ ഇല്ല. P-ന് സ്ലാഷ് P ഉണ്ട്, HR-ന് സ്ലാഷ് HR ഇല്ല. അങ്ങനത്തെ ടാഗുകളാണ് empty ടാഗ് എന്ന് പറയുന്നത്. ക്ലോസിംഗ് ടാഗ് ഇല്ലാത്ത ടാഗുകളാണ് empty ടാഗ് എന്ന് പറയുന്നത്. പിന്നെ empty ടാഗും ശരി, മറ്റേ ക്ലോസിംഗ് ടാഗ് ഉള്ള ടാഗുകൾ എന്താ പറയുക, അതിൽ ഇത് കണ്ടെയ്നർ ടാഗ് എന്ന് പറയും. ടാഗ് ദാറ്റ് റിക്വയർ ബോത്ത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ്. P തുടങ്ങിയിട്ടുണ്ടെങ്കിൽ P അവസാനിക്കുകയും ചെയ്യും. സ്ലാഷ് H1 അങ്ങനെ, സ്ലാഷ് H ബോഡിയും അങ്ങനെ, സ്ലാഷ് ബോഡി. ഡിബ് എന്നൊരു സാധനം അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിപ്പോ നമുക്ക് ആവശ്യമില്ല. അത് അടുത്ത വീഡിയോയിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് CSS പഠിക്കുമ്പോഴാണ്, അവസാനത്തെ കുട്ടികൾ പഠിക്കുമ്പോഴും ഇതിന്റെ ആവശ്യം മര്യാദക്കാണെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇത്രയുമാണ് ആദ്യത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് ടാഗ്. ഇനി empty ടാഗ് കണ്ടെയ്നർ ടാഗ് ഉണ്ട്. ക്ലോസിംഗ് ടാഗ് ഉള്ള ഇല്ലാത്ത സാധനങ്ങളാണ് empty ടാഗ് എന്ന് പറയുന്നത്. ക്ലോസിംഗ് ടാഗ് ഉള്ള സാധനങ്ങളെ കണ്ടെയ്നർ ടാഗ് എന്ന് പറയും. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ഈ പേജിൽ എന്തൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് H1 എത്ര ഉണ്ടെന്ന്. H1 നമുക്ക് 6 ഹെഡിങ് ഉണ്ട്. ഹെഡിങ് ടാഗ് എത്ര ഉണ്ട്? ഹെഡിങ് ടാഗ് നമുക്ക് 6 ഉണ്ട്. H1 തൊട്ട് H6 വരെ. പിന്നെ empty ടാഗും കണ്ടെയ്നർ ടാഗും തമ്മിലുള്ള വ്യത്യാസം രണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും ആയിട്ട്